അങ്ങനെ ഇതാ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് വേളാങ്കണ്ണിക്ക് പോകാം കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഫാമിലിയായിട്ട് ഒരുമിച്ച് വേളാങ്കണ്ണി പോയിട്ടില്ല. പിന്നെ ആദ്യകൂടൻ ഉണ്ടായതിന് ശേഷം പോയി മുട്ടയടിച്ചേക്കാന്നൊക്കെ നേർച്ചയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനിരുന്നതുകൊണ്ട് ഇത്രയും നാളായിട്ട് പോകാനും പറ്റിയിട്ടില്ല, ലേറ്റായി. അത് മാത്രമല്ല കേട്ടോ, ഇപ്രാവശ്യത്തെ പോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആദ്യക്കുട്ടൻ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അപ്പച്ചൻ 66 വയസ്സായിട്ട് ആയിട്ടുണ്ടാവും ആൾക്ക്. ഇത്ര വർഷമായിട്ടും പുള്ളിക്കാരൻ ഇതുവരെ വേളാങ്കണ്ണി പോയിട്ടില്ല. അപ്പച്ചനും ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പോകുന്നത്. പിന്നെ അമ്മ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. എൻ്റെ അമ്മയല്ല, ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മച്ചയാണ്. പുറകിൽ നിൽക്കുന്നതാണ് ഇവിടെ ഞങ്ങളുടെ അമ്മ. അപ്പം അമ്മയും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അമ്മ ഇതുവരെ ട്രെയിനിലും കയറിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രാവശ്യത്തെ പോക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ മുഖത്താണെങ്കിൽ 100 വാൾട്ടിൻ്റെ ബൾബ് എത്തിയ പോലെ സന്തോഷം. ആദ്യമായിട്ട് ട്രെയിനിലൊക്കെ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രാവശ്യത്തെ വേളാങ്കണ്ണി പോക്കിന്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്നത്. ഞാനും ചേട്ടയും ഇതിന് മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ആദ്യക്കുട്ടന് സുഖമില്ലാണ്ടായതൊക്കെ. അതെന്തോ ഒരു മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഉണ്ടോ ഞാൻ കാണുന്നത്. പിന്നെ ആദ്യക്കുട്ടൻ്റെ മുടി മൊട്ടയടിക്കാനായിട്ട് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേർച്ച കടം തീർക്കണമല്ലോ. അതായിരുന്നു വേളാങ്കണ്ണി പോകാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെ. പിന്നെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതുവരെ പോയിട്ടുമില്ലല്ലോ. ആദ്യക്കുട്ടൻ്റെ മുടി മൊട്ടയടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ആൾ മൊട്ടയടിക്കാൻ വേണ്ടി കയറിയിരുന്നു. വേറെ ആരും അല്ല, ചേട്ടൻ. അതായിരുന്നു ഞങ്ങളുടെ വേളാങ്കണ്ണി പോയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞത്. മുടി നല്ലോണം കെയർ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് മുടി മുട്ടയടിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും. അതേപോലെ തന്നെയായിരുന്നു ഇവിടെ എൻ്റെ അവസ്ഥ. അപ്പോൾ വീഡിയോയിൽ മുട്ടയടിച്ചതിന് ശേഷം ചേട്ടനെ കാണുമ്പോൾ എൻ്റെ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.